വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങി. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയ്ക്ക് ഈ മാസം 30 വരെ പലയിടത്തും ഗ്രിഡ് ഓഫാക്കും. മഴ ശക്തമാകാത്തതിനാൽ വൈദ്യുതി ഉപയോഗം ഉയർന്നതും ഉൽപ്പാദനം കുറഞ്ഞതുമാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണമെന്നാണ് KECBയുടെ വിശദീകരണം. ഇടത് സർക്കാരിന്റെ അവസാന കാലത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് വലിയ പ്രതിഷേധമാണ് UDF ഉയർത്തിയത്. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, 10 വർഷക്കാലം ഏറെക്കുറെ പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമോ ആയ വൈദ്യുതി നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോയത്. നമ്മൾ മിക്കവാറും എല്ലാ വേൾഡ് കപ്പുകളും കറണ്ട് കട്ടില്ലാതെയാണ് കണ്ടത്. പവർ കട്ടിൻ്റെ ഒരു ഭീഷണി വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നില്ല. ഇത് വേൾഡ് കപ്പ് നടക്കുന്നതിനിടയിലാണ് പവർ കട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് അപ്രഖ്യാപിതമല്ല, പ്രഖ്യാപിതമാണ്. മഴക്കാലത്താണ് കറണ്ട് ഇല്ലാത്തതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ കടുത്ത വേനലിൽ ചെറിയ വൈദ്യുതി നിയന്ത്രണമൊക്കെ വന്നപ്പോൾ UDFിൻ്റെ വലിയ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആരുടെയും പ്രതികരണം നമ്മൾ കാണുന്നില്ല. അല്ലറ ചില്ലറ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രതിഷേധം മാത്രമേ ഉള്ളൂ. UDFിനാണെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാനുമില്ലേ അരുൺ സോളമൻ? അരുൺ, ഗുഡ് മോർണിംഗ്. ഇത് വളരെ മുൻകൂട്ടി കാണേണ്ടുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇത് IMD ഡയറക്ടർ അടക്കമുള്ളവർ KECBയെ വ്യക്തമായിട്ട് ഈ കാര്യം അറിയിച്ചതാണ്. കാരണം പസഫിക് സമുദ്രത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൽനിനോ പ്രതിഭാസം നിലനിൽക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ ഊഷ്മാവിന്റെ അളവ് വലിയ രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്. ഏപ്രിൽ, മെയ്, സ്വാഭാവികമായിട്ട് മാർച്ച് അടക്കമുള്ള മാസങ്ങളിൽ ഈ ഊഷ്മാവ് ഉയർന്നു തന്നെ നിന്നിരുന്നു. നമ്മൾ കടുത്ത വേനൽക്കാലം അതിജീവിച്ചാണ് ഒരു മഴക്കാലം, ഒരു മൺസൂൺ കാലത്തിലേക്ക് കടന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ആ നിലയിലേക്ക് ഇപ്പോൾ മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാമുകളിലെ ജലനിരപ്പ് വേനൽ മഴയിൽ പോലും ഉയർന്നിട്ടില്ല. ഇത് കൃത്യമായിട്ട് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുൻകൂട്ടി ഈ ജലവൈദ്യുതി പദ്ധതികളെയൊക്കെ താളം തെറ്റിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര മുൻകരുതൽ KECBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഇത് അപ്പാടെ പാളി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പീക്ക് സമയത്ത്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചുവെങ്കിൽ സ്വാഭാവികമായിട്ട് മൺസൂൺ എത്തുമ്പോൾ ഈ വൈദ്യുതിയുടെ ഉപയോഗം കുറയണം. പക്ഷേ അങ്ങനെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 4100 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകത ഉയർന്നെടുത്ത് ഇപ്പോൾ 4900 മാറിയിരിക്കുന്നു. 900 മെഗാവാട്ട് വൈദ്യുതിയാണ് നിലവിൽ ഈ ജൂൺ മാസം 16 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ കുറവ് വന്നിരിക്കുന്നത്. പവർ എക്സ്ചേഞ്ചുകളിൽ പോലും 5% കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി ജൂൺ 16 മുതൽ കൊടുക്കാമെന്നുള്ള കരാർ വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്. വലിയ പരിഹാസമൊക്കെ നേരത്തെ LDF സർക്കാരിനെതിരെ ഉയർത്തിയിരുന്ന UDFിനോ അല്ലെങ്കിൽ ലീഗിനോ ഇപ്പോൾ മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ 30-ാം തീയതി വരെ ഈ വൈകുന്നേരം 6 മുതൽ 12 വരെ ഗ്രിഡ് ഓഫ് ചെയ്ത് നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇപ്പോൾ UDF സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്തായാലും മറ്റ് ഇതര കരാറുകാരിൽ നിന്ന് വൈദ്യുതി എത്രയും വേഗം വാങ്ങാനായിട്ടുള്ള നിർദ്ദേശം നിലവിൽ സണ്ണി ജോസഫ് ഇപ്പോൾ ഉന്നതതല യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രായോഗികത്തിൽ എത്തുമെന്ന് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. അരുൺ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ UDFിലെ ചിലർക്കൊക്കെ മനസ്സിലായില്ലേ, ഗാലറിയിലിരുന്ന് കളി കാണുന്നത് പോലെയല്ല കളിക്കളത്തിലിറങ്ങി കളിക്കുന്നത് എന്ന്. അന്ന് എന്തൊക്കെയായിരുന്നു, അതും കടുത്ത വേനലിൽ നിൽക്കുന്ന സമയത്ത് ചെറിയ വൈദ്യുതി നിയന്ത്രണം, അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഉണ്ടായി. പവർ കട്ടില്ലാത്ത സർക്കാർ ഇതാ പവർ കട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. ഇതാദ്യമായി 10 വർഷത്തിന് ശേഷം ഔദ്യോഗികമായി പറയുന്നു പവർ കട്ടുണ്ട് എന്ന് പറയുന്നു. അതിന് UDFിലെ ചില ആളുകൾ നൽകുന്ന വിശദീകരണം പവർ കട്ടല്ല, വൈദ്യുതി നിയന്ത്രണം എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാറുള്ളത്. പവർ കട്ടാണ്. കാരണം 12 മണി വരെയുള്ള സമയത്തിനിടയിൽ നമുക്ക് നിശ്ചിത സമയത്തേക്ക് കറണ്ട് ഓഫാവും. അതാണ് അവസ്ഥ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, മഴയാണ് പ്രശ്നം എന്നുള്ളത്. പക്ഷേ പറയുമ്പോഴും വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും ഇതൊക്കെ ആലോചിക്കണം, അല്ലേ? നിങ്ങൾ വിധിച്ച വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങളെ അളന്ന അളവിനാൽ നിങ്ങളും അളക്കപ്പെടും എന്നുള്ളതാണല്ലോ വസ്തുത. അപ്പോൾ എന്തായാലും ഇപ്പോൾ കറണ്ട് കട്ടുണ്ട്. പക്ഷേ നമുക്ക് മറ്റ് സാഹചര്യങ്ങളിലാണെങ്കിൽ നമ്മൾ അങ്ങ് പൊരുത്തപ്പെടുമായിരുന്നു. പക്ഷേ ലോകകപ്പൊക്കെ നടക്കുന്ന സമയത്ത് മെസ്സി നല്ലപോലെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കോങ്കോയെ ഇങ്ങനെ തകർക്കാൻ വരുന്ന വരവാണെന്നൊക്കെ കരുതി കാത്തിരുന്ന സമയത്ത് പോലെ കറണ്ട് അങ്ങ് പോയാലൊന്ന് ആലോചിച്ച് നോക്കൂ.